ഒരിക്കലുമില്ല, വിട്ടുവാക്കുമാറുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വിട്ടുവാക്കുമാറുമില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേൽ ഉയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേൽ ഉയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വിശ്വാക്കുമാറുമില്ല. പ്രൈസ് ലോർഡ്. അനുദിന വചനം. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി. Whoso despises the word shall be destroyed. സദൃശവാക്യങ്ങൾ 13 അധ്യായം 13 തിരുവചനം. Proverbs chapter 13 verse 13. Whoso despises the word shall be destroyed, but he that fear the commandment shall be rewarded. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം ലഭിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് ഞങ്ങളെ വചനം പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി. ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 13, 26, 27 വചനത്തിൽ, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബ്ബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്കു വിധിക്കയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. ദൈവത്തിൻ്റെ രക്ഷാവചനം നാം സ്വീകരിച്ചില്ലെങ്കിൽ നാം ദൈവത്തെ ശിക്ഷിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുകയാണെന്ന് വചനം വ്യക്തമായി പറയുന്നു. രക്ഷയുടെ വചനം ശരിയായി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വചനം കൊല്ലപ്പെടുന്നു. അന്യന്റെ വസ്തുവകകൾ അനധികൃതമായി സ്വന്തമാക്കുമ്പോൾ വചനം കൊല്ലപ്പെടുന്നു. മാതാപിതാക്കന്മാരെ വേണ്ട വിധം സംരക്ഷിക്കാതിരുന്നാൽ വചനത്തിന് മുറിവേൽക്കുന്നു. നാം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ യേശുവിനെ ക്രൂശിൽ തറയ്ക്കുന്നു. ദൈവവചനത്തെ പൂർണ്ണമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരായി നാം മാറണം. ഇന്ന് കുടുംബങ്ങളിലും സഭകളിലും ദൈവവചനത്തിന് മുറിവേൽക്കുന്നു. വചനത്തിന് കുടുംബത്തിൽ ജീവൻ നൽകിയില്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ വചനം കൊല്ലപ്പെടുന്നു. വചനത്തെ കൊല്ലാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് വചനം പരിശോധിക്കണം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് നാം ദൈവവചനം തുറന്ന് പരിശോധിച്ച് നോക്കണം. ബെരോബെ സഭയിലുള്ളവർ വചനത്തെ പരിശോധിച്ച് വചനത്തെ ജീവിപ്പിക്കുന്നവരായിരുന്നു. അതിനാൽ ബെരോബ സഭയെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:11. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. നാം കേൾക്കുന്ന വചനങ്ങൾ സത്യമാണോ എന്ന് പരിശോധിച്ചറിയണം.
രണ്ടാമതായി നാം ചെയ്യേണ്ടത് വചനം സ്വീകരിക്കണം. ഇന്ന് ഒരുപാട് വചനം കേൾക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഹൃദയത്തിൽ വചനം സ്വീകരിക്കുന്നവർ വളരെ 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 കുറവാണ്. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ പുഴവക്കത്തിരുന്ന് കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്ത പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധ വെച്ച് കേട്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്ന് അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ നിർബന്ധിച്ചു. ആ സംഭവം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16:14-15 വാക്യത്തിൽ കാണാൻ കഴിയും. വചനം തുറന്നു കിട്ടാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം തുറന്നു കിട്ടാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരെയുള്ള എമാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങി. അവരുടെ പുറകെ യേശു നടന്നു. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവർ യേശുവിനെ അറിഞ്ഞില്ല. അവർക്ക് യേശുവിൽ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. യേശു അവരോട് കൂടെ നടന്നു. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്കയുടെ സുവിശേഷം 23:31-33 വരെയുള്ള തിരുവചനത്തിൽ, ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങി. ഇന്ന് വചനം നമ്മുടെ സമീപമുണ്ട്. എന്നാൽ അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ലെങ്കിൽ നാം ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 12:2 പറയുന്നു, മനുഷ്യപുത്ര, നീ മത്സരഗൃഹത്തിന്റെ നടുവിൽ പാർക്കുന്നു. കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾക്കാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർ മത്സരഗൃഹമല്ലോ. എന്ന് പലരും ദൈവവചനത്തെ മുറിവേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തികളും കുടുംബങ്ങളിലും ജീവനില്ല. വെളിപ്പാട് പുസ്തകത്തിൽ സർദീസിലെ സഭയോട് പറഞ്ഞതുപോലെ, ജീവനുള്ളവൻ എന്ന പേരുമുണ്ടെങ്കിലും അവർ മരിച്ചവരാകുന്നു. അതിനാൽ ദൈവവചനത്തെ അനുദിനം താലോചിച്ച് ജീവനുള്ളവരായി നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിസരമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നത് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ ആ തിരുവചനം ഞങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നത് ആലോചന ദൃഷ്ടി വെച്ച് പറഞ്ഞു തരുന്ന ആലോചനയുടെ വഴിയിൽ തന്നെ നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളിലൂടെ അനേകർ യേശുവിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളെ സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മകളെ സമർപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളായി മാറുവാൻ കുടുംബത്തെയും കൂട്ടായ്മയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ പ്രത്യേക സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെയുള്ള മറ്റ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉക്രൈനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മണിപ്പൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ സമാധാന പ്രഭുവേ, അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ഓരോ രാജ്യങ്ങളുടെ മേൽ വയ്ക്കണമേ. കർത്താവേ, മറ്റു പല കെടുതികളാൽ ദുഃഖം അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ദിനത്തിനായി നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായ അഗ്നിത്തൂണായ സാന്നിധ്യം കൂടെയിരിക്കുന്നതിനായി നന്ദി. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച്
ഏവരും മാറിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, എൻ്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, യേശു വാക്കുമാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, യേശു വാക്കുമാറുകില്ല.